ഹായ് ഹലോ, ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഭവം, വറുത്തരച്ച തെരണ്ടിക്കറി. അപ്പോൾ അതെങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. ബായോ. 1/2 കിലോ തെരണ്ടിയാണ് കേട്ടോ ഇതിനെടുത്തേക്കണത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഏത് ചട്ടിയിലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എടുത്ത് വെച്ച് അതിൽ ഉപ്പും പുളിയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർത്ത് നമുക്കൊന്ന് പറ്റിച്ചെടുക്കണമേ. നന്നായി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ഉള്ളി, ഇഞ്ചി അത് ചതച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്, ഉള്ളിയും ഇഞ്ചിയും ചതച്ചിട്ടിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ആവശ്യമായി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനായ പുളിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. ഒരു കുടം പുളിയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കണത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കി കീറി ഇട്ടേക്കണേണ്. അപ്പം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പുളിയൊക്കെ കറിയിലോട്ട് പിടിക്കും. ഇങ്ങനെ 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കുമ്പോഴേക്കും നമുക്ക് കൂടുതൽ പുളി എടുക്കേണ്ടി വരില്ല കേട്ടോ. ഒരു കുടം പുളിയാണ് ഞാൻ ഇതിനെടുത്തേക്കണത്. അപ്പോൾ ചെറിയ പീസാക്കി കീറിയിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് തേങ്ങ വറുത്തെടുക്കാം. 1 മുറി തേങ്ങയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തേക്കണത്. അത് ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് മാത്രമല്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു കളർ മാറി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, ഒരു 2-3 ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ഇട്ടൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് സാധനം കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ തെരണ്ടി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരപ്പിൻ്റെ അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക്, ഒരു 2 പിഞ്ച് ഉലുവ, 2 പിഞ്ച് ജീരകം എന്നിവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയുടെ വറവൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്. കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തേങ്ങാപ്പീര കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിയുടെ രുചിയൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് കൈയെടുക്കാതെ തേങ്ങ പീര കരിയാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് ആവശ്യമായ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ തേങ്ങ വറുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്. അപ്പോൾ അതിൽ നന്നായിട്ട് ചൂട് നിൽക്കും. അതുകൊണ്ടിട്ടാണ് തേങ്ങ പീര വറുത്ത് തീ ഓഫ് ചെയ്തതിന് മാത്രം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മീൻ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കൂടി ഇടണം. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് കുറച്ചേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിങ്ങനെ പരത്തിയിട്ടിട്ട് ഒന്ന് ആറി വന്നെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തെരണ്ടിയിൽ നന്നായിട്ട് പുളിയും ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കണമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കണേണ്. അരപ്പൊഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജാറിൽ നിന്ന് നമ്മൾ കഴുകി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തീ കത്തിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു പകുതി വരെ പറ്റണ വരെ നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ തെരണ്ടിക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫുൾ ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് തന്നെ പറ്റിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനായ പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് തെരണ്ടി നന്നായിട്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് ഒന്ന് പൊക്കി നോക്കണം, അതിൻ്റെ മൂടി നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ടാ ഇല്ലേന്ന്, എന്നാലും ഒരു സമാധാനമാകുള്ളൂ. വേറൊന്നിനും അല്ല, ഈ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുമ്പോഴേ ഒരു സന്തോഷം. അപ്പോൾ നമ്മൾ കറി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ഇത്തിരി കടുക് പൊട്ടിച്ച് താളിച്ചിടാം കേട്ടോ. അപ്പോൾ കടുകും ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി 2 ഉള്ളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് ആ താളിപ്പ് നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ താളിപ്പിൻ്റെ ഒരു മണവും കൂടി ചെല്ലുമ്പോഴേ നമ്മുടെ കറിയുടെ രുചി ഇരട്ടിയാകും കേട്ടോ. നമ്മുടെ കറിയൊക്കെ നെയ്യൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ താളിപ്പും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ തെരണ്ടിക്കറി, വറുത്തരച്ച് വെച്ച തെരണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻസിൽ വന്ന അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.